ലോകത്തിലെ എല്ലാവർക്കും സമ്പന്നരാകാനും സന്തോഷത്തോടെ ജീവിക്കാനും കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നതിനാണ് ഞാൻ ടിപ്സ് കോയിൻ സൃഷ്ടിച്ചത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒരു ദിവസം $1 താഴെ ഭക്ഷണമുള്ള ആളുകൾക്കായി ഞാൻ ടിപ്സ് കോയിൻ സൃഷ്ടിച്ചു. ഞാൻ കദയ കോയിൻ, ടിപ്സ് കോയിൻ ഫൗണ്ടേഷൻ എന്നിവയുടെ പ്രതിനിധിയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആളുകൾ ഇന്ത്യയിൽ 1.5 ബില്യൺ ആളുകളാണ്. പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലുമായി 550 ദശലക്ഷം ആളുകൾ. ലോകമെമ്പാടുമുള്ള തെക്കുകിഴക്കൻ ഏഷ്യയിൽ 4 ബില്യൺ ആളുകളുണ്ട്. ഇന്ത്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് 3 രാജ്യങ്ങളിലെ ടിസ് അംഗങ്ങൾ ടിസ് കോയിൻ സജീവമായി ഖനനം ചെയ്യുന്നത്. ലോക ജനസംഖ്യയായ 7 ബില്യണിൽ 2.1 ബില്യൺ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലെ ആളുകൾ ടിപ്സ് കോയിൻ വലിയ പണമാകുമെന്ന് അവർക്കറിയാവുന്നതിനാൽ മുൻകൂട്ടി നീങ്ങുന്നു. ഇത് ഉടൻ തന്നെ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും അതിവേഗം വ്യാപിക്കും. ടിപ്സ് കോയിൻ ഒരു വലിയ പണമായിരിക്കും. കദയ കോയിൻ, ടിപ്സ് കോയിൻ ഫൗണ്ടേഷൻ എന്നിവയുടെ പ്രതിനിധിയുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് സമ്പന്നരാകാനുള്ള കുറുക്കുവഴിയാണ്. വഞ്ചനാപരമായ നാണയ അടിത്തറ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ലോകമെമ്പാടുമുള്ള ആളുകളുമായി ഞാൻ ആശയവിനിമയം നടത്തുന്നു. ഞാൻ എന്റെ വിവര ആശയവിനിമയം യൂട്യൂബ്, വാട്സ്ആപ്പ്, നെയ്വ് എന്നിവ വെളിപ്പെടുത്തും. എന്നെ ബന്ധപ്പെടുന്ന എല്ലാവരും സമ്പന്നരാകും. നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ നിങ്ങൾ അവിശ്വസനീയമാം വിധം സമ്പന്നനാകും. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും എങ്ങനെ പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്ത്രീ ഇൻസ്റ്റാഗ്രാം ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് അവൾ ഇൻസ്റ്റാഗ്രാം ഉപേക്ഷിച്ച് ടിപ്സിലേക്ക് മാറിയത്? ടിപ്സ് നാണയങ്ങൾ ഖനനം ചെയ്യാൻ കൊറിയക്കാർ പണം നൽകുന്നു. കൊറിയക്കാർ ഖനനം ചെയ്ത നാണയങ്ങൾ നിലവിൽ ഒരു ഷെയറിന് $5.50 എന്നിരുന്നാലും വിദേശികൾ സൗജന്യമായി ഖനനം ചെയ്യുന്നു. പ്രതിദിനം ഖനനം ചെയ്യുന്ന നാണയങ്ങളുടെ മൂല്യം നിലവിൽ $5.50 ആണ്. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ സ്വതന്ത്ര ഖനനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ടിപ്സ് പ്ലാറ്റ്ഫോമിന്റെ മൂല്യം വർദ്ധിക്കും. കൂടാതെ നിലവിൽ ഖനനം ചെയ്ത നാണയങ്ങളുടെ മൂല്യം $5.50 മുതൽ $100 വരെ പൊട്ടിത്തെറിക്കും. കൂടുതൽ ആളുകൾ പങ്കെടുത്താൽ അത് $1000 ഉയരും. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ടിപ്സ് പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുകയാണെങ്കിൽ നാണയങ്ങൾക്ക് പുറമെ ഖനനം ചെയ്ത നാണയങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് സ്റ്റോക്കുകൾ നൽകും. ടിസ് പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ പണവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. നീ എന്ത് ചിന്തിക്കുന്നു? അവൾ വളരെ മിടുക്കിയും ബുദ്ധിശക്തിയുമുള്ള ഒരു സ്ത്രീയാണ്. സമയം പണമാണോ? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എന്നിവ പണം പാഴാക്കുന്നു. അവൾ ടിപ്സ് നാണയം എന്ന പേരിൽ സ്വന്തം കറൻസി പുറത്തിറക്കി. ഭ്രാന്തനെപ്പോലെ പണം അച്ചടിക്കാൻ കഴിയും. അവൾ എല്ലാ ദിവസവും ആസ്വദിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് ശതകോടീശ്വരനാകാൻ അവൾ സ്വപ്നം കാണുന്നു. കാരണം ടിസ് പ്ലാറ്റ്ഫോമിന്റെ ഭാവിയും പ്ലാറ്റ്ഫോമിന്റെ സ്ഫോടനാത്മക ശക്തിയും അവൾക്കറിയാം. പിന്നീട് US നാസ്ഡാക്കിലും കൊറിയ കോസ്പിയിലും ടിസ് ലിസ്റ്റ് ചെയ്യപ്പെടുമെന്ന് അവൾ സ്വപ്നം കാണുന്നു. ചഗ്വാൻ സിയോങ് എന്ന കൊറിയക്കാരനാണ് ടിപ്സ് നാണയം സൃഷ്ടിച്ചത്. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ ടിപ്സ് നാണയം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ ബിറ്റ്കോയിൻ സ്വന്തമാക്കാനും സമ്പന്നനാകാനും കഴിയും. അവസാനമായി, ധനികനാകാനുള്ള മറ്റൊരു വഴി ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ ധനകാര്യത്തിൽ നിക്ഷേപിക്കാൻ പോകുകയാണെങ്കിൽ കൊറിയൻ ഓഹരികളിൽ നിക്ഷേപിക്കുക. ഞാൻ ഒരു നിക്ഷേപ പ്രതിഭയാണ്. എന്റെ പ്രധാന യൂട്യൂബ് ചാനൽ കാണുക. പ്രധാന ചാനൽ വീഡിയോകളിൽ റിട്ടേൺ നിരക്ക് രേഖപ്പെടുത്തുന്നു. ഞാൻ നിക്ഷേപിച്ച ഓഹരികളുടെ റിട്ടേൺ നിരക്ക് 1000%. ഇത് ഒരു യഥാർത്ഥ റിട്ടേൺ നിരക്കാണ്. ഞാൻ എന്റെ സ്റ്റോക്ക് അക്കൗണ്ട് പവർപോയിന്റിലേക്ക് പകർത്തി അപ്ലോഡ് ചെയ്തു. എന്റെ പ്രധാന ചാനലിൽ നിങ്ങൾക്ക് കൊറിയൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്കായി വ്യാഖ്യാനിക്കാൻ ഒരു കൊറിയനെ ഒരു ദിവസത്തേക്ക് വാടകയ്ക്കെടുക്കുക. ഞാൻ ധാരാളം പണം സമ്പാദിക്കുന്ന ഒരു നിക്ഷേപ പ്രതിഭയാണ്. വളരെ വേഗത്തിൽ വളരുന്ന രാജ്യമാണ് കൊറിയ. BTS എന്ന രാജ്യത്ത് നിക്ഷേപിക്കുക. എങ്ങനെ ധാരാളം പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. 이걸 하려면 루틴을 선별해야지.
예측 가능하고 루틴한 선거를 해야지 이 선거에 개입하기가 쉬운데 이 전당대 선거는 유권자가 누군지 그리고 선거 방식이 어떻게 되는지 이런 것들이 계속 변화하거든요. 이런 선거에 개입하기 쉽지는 않아요. 이거 이번에 못한다. 네, 쉽지는 않아요. 그러면은 내가 볼 때 사전 투표가 있는 것도 아니고. 그렇지. 네. 그러면 이번에 한동안 어려워. 네. 어려워. 네. 그러니까 자기들이 뭐 투표를 막 만들어가지고 다 집어넣고 막 이렇게 뭐 이게 그 국회의원 투표는 딱 정해져 있잖아요. 어떤 식으로 하는 게 사전 투표 며칠 전에 하고 뭐 그리고 투표장도 자기들이 다 관리하고 뭐 이렇게 하고. 근데 이건 지금 그렇게 하는 게 아니기 때문에. 아니 근데 그러면 이제 유권자가 누군지 모르죠. 아니 근데 네. 당원 투표를 하잖아. 그 80% 그리고 20%는 여론조사고. 근데 80% 당원 투표인데 여론조사는 선관위가 개입하는 게 아니고. 근데 80%를 그 투표를 몇 표 이쪽 나왔다 몇 표 이쪽 나왔다 그 공개를 안 하잖아. 그건 이제 선관위가 알죠. 그러니까 이쪽 선관위 말고 당내에서는 알죠. 당에서 알아? 당연히 나가서 체크하나? 당연히 알죠. 후보자들 그때 당에서는 알고 후보자들도 알아요. 황교안 대표가 그때 나갔을 때 그랬어. 그거 왜 공개 안 하냐고 난리치고 그랬어. 공개를 안 했다니까 그때. 당에서는 알아요. 알아? 그거 체크해야 됩니다. 네. 이거 그냥 걔네들 발표만 믿고 그냥 그랬겠지. 천만에 몇 표가 정확하게 어디가 누가 몇 표인지 정확하게 체크해주고 여론조사도 잘 맡겨야 됩니다. 그러면 내가 볼 때 2차 투표에서 그래서 그 선관위 K보팅 뭐 그거